നമസ്കാരം. പ്രധാന വാർത്തകൾ. അട്ടപ്പാടിയിൽ ആദിവാസി യുവാവ് സിജുവിനെ കെട്ടിയിട്ട് മർദ്ദിച്ച സംഭവം. പ്രതികൾക്ക് ഉപാധികളോടെ ജാമ്യം അനുവദിച്ച് മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ കോടതി. ജാമ്യം അനുവദിച്ചതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് സിജുവിന്റെ പിതാവ്. ജാമ്യം നൽകിയതിൽ പ്രതിഷേധവുമായി മനുഷ്യാവകാശ പ്രവർത്തകർ. എടത്തനാട്ടുകര ചോലമണ്ണിൽ കർഷകൻ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച സംഭവം. പ്രശ്നപരിഹാരം കാണുമെന്ന് MLA വിളിച്ച യോഗത്തിൽ ഉറപ്പു നൽകി വനം വകുപ്പ് അധികൃതർ. മലയോര മേഖലകളിൽ എല്ലാ ദിവസവും നിരീക്ഷണം വേണമെന്ന് MLA. അഴിയാതെ കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ അങ്ങാടിപ്പുറത്ത് ഗതാഗതക്കുരുക്ക്. ഓരോ ദിവസവും ഗതാഗതക്കുരുക്ക് നീളുന്നു. ട്രിപ്പുകൾ മുടങ്ങി സാമ്പത്തിക നഷ്ടമുണ്ടാകുന്നതായി സ്വകാര്യ ബസ്സുകൾ. പരിഹാരം കണ്ടില്ലെങ്കിൽ സമരമെന്നും മുന്നറിയിപ്പ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. PV അൻവർ നൽകിയ ഒരു പത്രികയുൾപ്പെടെ 7 നാമനിർദ്ദേശ പത്രികകൾ തള്ളി. പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം ജൂൺ 5. ഒറ്റപ്പാലം ലക്കിടിയിൽ പശുമോഷണം പതിവാകുന്നു. 2 മാസത്തിനിടെ മോഷണം പോയത് 2 പശുക്കൾ. ആടുകളും മോഷണം പോയിട്ടുണ്ടെന്ന് ആളുകൾ. പോലീസ് അന്വേഷണം ശക്തമാക്കണമെന്ന ആവശ്യം. വിശദമായ വാർത്തകളിലേക്ക്. അട്ടപ്പാടിയിൽ ആദിവാസി യുവാവ് ചിറ്റൂർ ഉന്നതിയിലെ സിജുവിനെ കെട്ടിയിട്ട് മർദ്ദിച്ച കേസിലെ പ്രതികൾക്ക് ഉപാധികളോടെ ജാമ്യം. ഷോളയൂർ ജിൻസി നിവാസിൽ റെജി മാത്യു, ആലപ്പുഴ കറ്റാനം ഹരണിക്കാവ് മഠത്തിൽ വിഷ്ണുദാസ് എന്നിവർക്കാണ് മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി ജഡ്ജ് ജോമോൻ ജോൺ ജാമ്യം അനുവദിച്ചത്. ജാമ്യം അനുവദിച്ചതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് സിജുവിന്റെ പിതാവ് വേണു. അതേസമയം പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചതിൽ മനുഷ്യാവകാശ പ്രവർത്തകർ പ്രതിഷേധം അറിയിച്ചു. പ്രതികൾ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും രാവിലെ 11 മണിക്ക് അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരാകണം. പരാതിക്കാരനെയോ സാക്ഷികളോ നേരിട്ടോ അല്ലാതെയോ ഫോൺ മുഖേനയോ സമൂഹമാധ്യമങ്ങൾ മുഖേനയോ ബന്ധപ്പെടാൻ ശ്രമിക്കരുത്. പരാതിക്കാരനെയോ സാക്ഷികളെയോ സ്വാധീനിക്കാൻ ശ്രമിക്കരുത്. സമാന കേസുകളിൽ ഏർപ്പെടരുത് എന്നീ ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്. ചൊവ്വാഴ്ച രാവിലെ കോടതി നടപടികൾ ആരംഭിച്ചയുടൻ കേസ് പരിഗണനയ്ക്ക് വന്നു. പ്രതികൾക്ക് ജാമ്യം അനുവദിക്കണമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ സക്കീർ ഹുസൈൻ വാദിച്ചു. ജാമ്യം അനുവദിച്ചാൽ പ്രതികൾ സാക്ഷികളെ സ്വാധീനിക്കുമെന്നും ജാമ്യം അനുവദിക്കുകയാണെങ്കിൽ അട്ടപ്പാടി താലൂക്കിൽ പ്രവേശിക്കുന്നത് വിലക്കണമെന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ P. ജയൻ വാദിച്ചു. എന്നാൽ അട്ടപ്പാടിയിൽ പ്രവേശിക്കുന്ന വിലക്കേണ്ട കാര്യമുണ്ടോ എന്നും പരാതിക്കാരനെയും സാക്ഷികളെയും ബന്ധപ്പെടാതിരുന്നാൽ മതിയെന്ന് കോടതി പറഞ്ഞു. മർദ്ദനത്തിനിരയായ സിജു കോടതിയിൽ ഹാജരായിരുന്നില്ല. പകരം കോടതിയിലെത്തിയ പിതാവ് വേണു മകൻ വരാത്തതിന്റെ കാരണം കോടതിയെ ബോധിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അക്കാര്യങ്ങൾ പ്രോസിക്യൂട്ടറോട് പറഞ്ഞാൽ മതിയെന്ന് മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി പറഞ്ഞു. വാദം പൂർത്തിയായ ശേഷം പിതാവിനെയും ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചെത്തിയ 15 മനുഷ്യാവകാശ പ്രവർത്തകരെയും ജഡ്ജി ഓപ്പൺ കോർട്ടിലേക്ക് വിളിപ്പിച്ചു. സിജുവിന്റെ വീഡിയോ കണ്ടോ എന്ന് കോടതി ആരാഞ്ഞു. സമൂഹത്തിൽ വിവേചനമുണ്ടാക്കുന്ന തരത്തിലുള്ള കമന്റുകളാണുള്ളത്. വീഡിയോ കണ്ടില്ലെന്നും പത്രത്തിൽ നിന്നാണ് വിവരം അറിഞ്ഞതെന്നും അഡ്വക്കേറ്റ് PA പൗരൻ ഉൾപ്പെടെയുള്ള മനുഷ്യാവകാശ പ്രവർത്തകർ പറഞ്ഞു. കഴിയുമെങ്കിൽ വീഡിയോ കാണണമെന്ന് കോടതി നിർദ്ദേശിച്ചു. 19 വയസ്സ് പ്രായമുള്ള കുട്ടി മദ്യത്തിന് അടിമപ്പെട്ടിരിക്കുകയാണെന്നും നിങ്ങളെപ്പോലെയുള്ളവർ ഇതിനെതിരെ രംഗത്ത് വരണമെന്നും കോടതി പറഞ്ഞു. അട്ടപ്പാടി മദ്യനിരോധിത മേഖലയാണെന്നും എന്നാൽ മദ്യം സുലഭമാണെന്നും സംഘടനാ പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി. അട്ടപ്പാടിയിൽ മദ്യം നിരോധിച്ചുള്ള ഉത്തരവ് ഇതുവരെ കണ്ടിട്ടില്ലെന്നും ഇത്ര ചെറിയ പ്രായത്തിൽ മദ്യാസക്തനായത് സമൂഹ വിപത്താണെന്നും ജഡ്ജി പറഞ്ഞു. ചികിത്സ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ചെയ്യണം. നിങ്ങൾക്ക് സാധ്യമല്ലെങ്കിൽ കോടതി നേരിട്ട് ചെയ്യുമെന്നും ജഡ്ജി ജോമോൻ ജോൺ പറഞ്ഞു. അട്ടപ്പാടിയിൽ മദ്യം സുലഭമായി ലഭിക്കുന്നത് ഭരണകൂടത്തിന്റെ പരാജയമാണെന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടി. ഭരണകൂടം ഇങ്ങോട്ട് എന്തു തന്നു എന്ന് മാത്രമല്ല തിരിച്ചെന്തു കൊടുത്തു എന്നതുകൂടി പ്രസക്തമാണ്. ഒരാൾ വെള്ളത്തിൽ മുങ്ങിത്താഴുമ്പോൾ പോലീസും അഗ്നിരക്ഷാസേനയും നോക്കട്ടെ എന്ന് പറയുമോ അതോ കൈനീട്ടി സഹായിക്കുമോ എന്ന് ജില്ലാ ജഡ്ജി ജോമോൻ ജോൺ മനുഷ്യാവകാശ പ്രവർത്തകരോട് ചോദിച്ചു. പ്രതികൾക്ക് ജാമ്യം അനുവദിക്കാൻ കോടതിയെ സമൂഹമാധ്യമങ്ങളിലെ കമന്റുകൾ സ്വാധീനിച്ചതായി മനുഷ്യാവകാശ പ്രവർത്തകർ. കെട്ടിയിട്ട മർദ്ദനത്തിന് ഇരയായ അട്ടപ്പാടിയിലെ സിജുവിനെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വന്ന കമന്റുകൾ വായിച്ചോ എന്ന മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതിയുടെ ചോദ്യം ഇതാണ് വ്യക്തമാക്കുന്നതെന്നും അവർ പറഞ്ഞു. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട യുവാവിനെ അർദ്ധനഗ്നാക്കി കെട്ടിയിട്ട് നടത്തിയ സംഭവത്തിൽ ജാമ്യം അനുവദിക്കാനാവില്ലെന്ന് PUCL നേതാവ് അഡ്വക്കേറ്റ് PA പൗരൻ പറഞ്ഞു. ഇക്കാര്യം താൻ ഉൾപ്പെട്ട പ്രതിനിധി സംഘം കോടതിയെ ബോധ്യപ്പെടുത്തിയെങ്കിലും കോടതി പ്രതികൾക്ക് ജാമ്യം അനുവദിക്കുകയാണുണ്ടായത്. പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു കാലത്തും ആദിവാസി വിഭാഗത്തിന് നീതി ലഭിച്ചിട്ടില്ല. ഈ കേസിലും കോടതിയിൽ നിന്നും അത്തരമൊരു അനുഭവമാണുണ്ടായത്. ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും അഡ്വക്കേറ്റ് പൗരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ജഡ്ജി ഞങ്ങളോട് ചോദിച്ചത് ഇതൊരു മദ്യവിപത്തല്ലേ, മദ്യത്തിൻ്റെ
ആസക്തി കൊണ്ടാണല്ലോ ആ കുട്ടി ഈ രൂപത്തിലൊക്കെ പ്രവർത്തിച്ചത്. സോഷ്യൽ മീഡിയയിൽ വളരെ മോശമായിട്ടാണ് ആ കുട്ടിയെ ചിത്രീകരിച്ചിരിക്കുന്നത് എന്നെല്ലാം പറയുകയുണ്ടായി. അതുകൊണ്ട് ജാമ്യം കൊടുക്കുവാൻ ഞാൻ നിർബന്ധിതനാണ് എന്നുള്ള രൂപത്തിൽ വ്യംഗ്യാർത്ഥത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി. പക്ഷേ ജാമ്യത്തെ എതിർത്തുകൊണ്ട് ഞങ്ങൾ 15 സാമൂഹ്യ സംഘടനകളെ പ്രതിനിധീകരിച്ചുള്ളവർ കോടതിയിൽ ഹാജരാവുകയും അദ്ദേഹത്തോട് നേരിട്ട് ജാമ്യം കൊടുക്കുന്നതിനെ എതിർക്കുകയും ചെയ്തു. പക്ഷേ ജാമ്യം കൊടുക്കാൻ ടെൻറ്റേറ്റീവായിട്ട് അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും SC/ST ആക്ട് 1989 നിലവിൽ വന്ന നിയമത്തിലെ സെക്ഷൻ 3(1) പ്രകാരം കെട്ടിയിട്ട് ആക്രമിക്കുകയും പൊതുനിരത്തിൽ കൂടി നടത്തുകയും ചെയ്ത ഒരു ഇരയ്ക്ക്, പ്രത്യേകിച്ച് SC വിഭാഗത്തിൽപ്പെട്ട ഒരു ഇരയ്ക്ക്, അതിൽ പ്രതികളായിട്ടുള്ളവർക്ക് യാതൊരു കാരണവശാലും ജാമ്യം കൊടുക്കാൻ പാടില്ലാത്തതാണ്. പോലീസ് ആ കാര്യത്തിൽ ഒരു ഇരട്ട നീതി നടപ്പിലാക്കുന്നു, അല്ലെങ്കിൽ ആ രൂപത്തിൽ അതിനെ ഗൗരവത്തോടുകൂടി കണ്ടിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. പോലീസ് എപ്പോഴും ഇതേപോലെയുള്ള ഒരു വിഭാഗത്തിൻ്റെ കൂടെ നിൽക്കുകയുള്ളൂ, അടിച്ചമർത്തപ്പെടുന്ന ആദിവാസികളുടെ കൂടെ നിൽക്കുകയില്ല എന്നുള്ള കാര്യം അനവധി അനുഭവങ്ങളിൽ കൂടി 2005 മുതൽ ഞങ്ങൾ അട്ടപ്പാടിയിൽ ഈ കാര്യങ്ങളെപ്പറ്റി പരിശോധന അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. തങ്ങൾക്ക് നീതി ലഭിച്ചില്ലെന്ന് അട്ടപ്പാടി സിജുവിന്റെ പിതാവ് വേണു പറഞ്ഞു. പ്രതികൾ വലിയ സ്വാധീനമുള്ളവരാണ്. ജാമ്യം അനുവദിച്ചാൽ അവർ സാക്ഷികളെ സ്വാധീനിക്കും. പോലീസിന്റെ ഭാഗത്തുനിന്ന് തങ്ങൾക്ക് നേരെ ഹരാസ്മെന്റ് ഉണ്ട്. മകൻ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയാൽ അറസ്റ്റ് ചെയ്യാനാണ് പോലീസ് കാത്തിരിക്കുന്നത്. ജാമ്യം നൽകിയതിനെതിരെ മേൽക്കോടതിയെ സമീപിക്കുമെന്നും പിതാവ് വേണു പറഞ്ഞു. ഹോസ്പിറ്റലിലാണ്, വരാൻ പറ്റില്ല, അവർ അഡ്മിറ്റിലാണ്. അടിച്ച അവസ്ഥയായതുകൊണ്ട് ഡിസ്ചാർജ് ആയിട്ടില്ല. അതുകൊണ്ട് പകരം ഞാൻ വന്നതുകൊണ്ട് മജിസ്ട്രേറ്റ് അവർ സ്വീകരിച്ചില്ല. ഞാൻ സുജിന് വേണ്ടി പകരം വന്നതുകൊണ്ട് ഞാൻ സുജിനാണല്ലോ നോട്ടീസ് അയച്ചത്, നിനക്കെല്ലാം പറയാനിടയായി. ഞാൻ പറയാനുള്ളതൊന്നും മജിസ്ട്രേറ്റ് അവർ കേട്ടിട്ടില്ല. ഈ ജാമ്യത്തിന് അപേക്ഷ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് DSP വന്ന് ഇന്നലെ വന്ന് പറയാനിടയായി. അതനുസരിച്ചാണ് കൂടുതൽ തീരുമാനിച്ചു വന്നത്. ഇവിടെ വന്നപ്പോൾ ഞാൻ പറയുന്നതൊന്നും ഈ മജിസ്ട്രേറ്റ് അവർ കേൾക്കുവാൻ പോലും സന്മനസ് കാണിച്ചില്ല. അതുകൊണ്ട് അവർക്ക് ജാമ്യം അനുവദിക്കുന്നതാണ് പറഞ്ഞത്. എൻ്റെ മകനെ നഗ്നനായിട്ട് കെട്ടിയിട്ട് അടിച്ചിട്ടും റോഡ് വഴിച്ചും മദ്യം ലഹരിയിൽ എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലാണ് എൻ്റെ മോനെ മദ്യപാനം എന്ന് മുദ്ര കുത്തിച്ച് അവർക്ക് ജാമ്യം കൊടുക്കാനിടയായി. പക്ഷേ ഈ ജാമ്യം കൊടുത്താലും ഞങ്ങളുടെ ജീവന് തന്നെ ഒരു വധഭീഷണി കൊണ്ടാണ് അവരൊക്കെ നല്ല സ്വാധീനമുള്ള ആൾക്കാരും പണം ചാക്ക് പിന്നിരിക്കുന്നവരാണ്. ജാമ്യം കൊടുത്തു കൊടുത്തു മജിസ്ട്രേറ്റ് അവർ തന്നെ ഇരുഭാഗത്തും ഒന്ന് ആലോചിച്ചാൽ ഒരു സൈഡ് കണ്ട ആ വീഡിയോ ക്ലിപ്പ് കണ്ടിട്ടാണ് ഈ ജാമ്യം അനുവദിക്കുന്നത്. അതുകൊണ്ട് സാധാരണക്കാർക്ക് നിയമം ഒന്നും ഒരു ന്യായം കിട്ടുന്നില്ല. ഇടത്തനാട്ടുകര ചോലമണ്ണിൽ കർഷകൻ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച സംഭവം നാട്ടുകാരുടെ ആവശ്യങ്ങൾക്ക് പരിഹാരവുമായി വനം വകുപ്പ്. ഉപ്പുകുളത്ത് N. ഷംസുദ്ദീൻ MLA വിളിച്ചു ചേർത്ത യോഗത്തിലാണ് വനം വകുപ്പ് പ്രശ്നപരിഹാരം ഉറപ്പു നൽകിയത്. കഴിഞ്ഞ 19-ന് ചോലമണ്ണിൽ കർഷകൻ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചതോടെ CCF അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ പ്രദേശത്ത് യോഗം ചേർന്ന് നാട്ടുകാരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമെന്ന് MLA നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് തിങ്കളാഴ്ച വൈകുന്നേരം വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും കർഷകരുടെയും യോഗം ചേർന്നത്. വനംവകുപ്പിന്റെ കാര്യക്ഷമമായ ഇടപെടൽ മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ ഉണ്ടാവണം. ദിവസവും മലയോര മേഖലകൾ കേന്ദ്രീകരിച്ച് വനംവകുപ്പിന്റെ നിരീക്ഷണവും നടത്തണമെന്ന് MLA യോഗത്തിൽ ആവശ്യപ്പെട്ടു. പിന്നെ ഈ റബ്ബർ തോട്ടങ്ങളിലും മറ്റൊക്കെ ഒരു പരിശോധന നടത്തുന്നത് നല്ലതാണ്. റബ്ബർ തോട്ടങ്ങളിൽ കൃഷിയിടങ്ങളിലൊക്കെ ആളുകൾ നിർഭയത്വത്തോടുകൂടി പോകാൻ ഇടയ്ക്ക് പോലീസ് പെട്രോളിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഫോറസ്റ്റിന്റെ പെട്രോളിംഗ് ഒരു പരിശോധന ഉണ്ടായാൽ ആ ആളുകൾക്ക് ഒരു ധൈര്യം കിട്ടും. അപ്പോൾ ഇത്തരം നടപടികളാണ് എനിക്ക് സജസ്റ്റ് ചെയ്യുന്നത്. തുടർന്ന് പ്രദേശവാസികൾ അവരുടെ ആശങ്കകളും ആവശ്യങ്ങളും അറിയിച്ചു. വനാതിർത്തിയോട് ചേർന്ന് ചോലമണ്ണ് ഭാഗത്ത് വനംവകുപ്പിന്റെ ഔട്ട് പോസ്റ്റ് സ്ഥാപിക്കണം. കോട്ടപ്പാടം അലനല്ലൂർ പഞ്ചായത്തുകളെ കേന്ദ്രമാക്കി RRT അംഗങ്ങളെ നിയമിക്കണം. ചോലമണ്ണ് ഭാഗത്തേക്ക് വനത്തിലൂടെ കടന്നുപോകുന്ന 400 മീറ്റർ റോഡ് ഗതാഗതയോഗ്യമാക്കാൻ ഉടൻ നടപടികൾ സ്വീകരിക്കണം. നിലവിൽ വനത്തിലൂടെ കടന്നുപോകുന്ന റോഡിന്റെ ഇരുവശങ്ങളിലെ കാടുകൾ ഉടൻ വെട്ടിമാറ്റണം. അമ്പലപ്പാറ മുതൽ ഉപ്പുകുളം വരെ ഹാങ്ങിങ് ഫെൻസിംഗ് സ്ഥാപിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഈ ആവശ്യങ്ങളെല്ലാം വനംവകുപ്പ് അംഗീകരിച്ചു. അടിയന്തര സ്വഭാവത്തിൽ പരിഹാരം കാണുമെന്ന് ഈസ്റ്റേൺ സർക്കിൾ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് P. വിജയാനന്ദ് അറിയിച്ചു. എങ്ങനെ നമ്മുടെ ഈ വന്യജീവി സംഘർഷം ലഘൂകരിക്കാം എന്ന കാര്യങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്തത്. ഒരുപാട് അഭിപ്രായങ്ങൾ, നല്ല അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ
ഈ കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ട് ഇത് ഈ മീറ്റിംഗിൽ വരുമ്പോൾ തന്നെ ഈ എൻ്റെ മണ്ണാർക്കാട് DFO, സൈബർ DFO, അവിടുത്തെ സ്റ്റാഫായിട്ട് ഞങ്ങൾ രാവിലെ മീറ്റിംഗ് കൂടിയിരുന്നു മണ്ണാർക്കാട് വെച്ച്. ഈ നേരത്തെ ഈ ഇഷ്യൂ എന്നൊക്കെ തന്നെ നമ്മൾ ഇടയ്ക്ക് മീറ്റിംഗ് കൂടിയത്, പിന്നെ ഇന്നും വീട്ടിലേക്കുള്ള മീറ്റിംഗ് കൂടി ഈ പെട്ടെന്ന് ഇവരുടെ എന്ത് കാര്യങ്ങളും ചെയ്യാനുള്ള കുറച്ച് തീരുമാനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ബേസിൽ ഇവിടെ പറഞ്ഞ കാര്യങ്ങളും കൂടെ നമ്മൾ മനസ്സിലാക്കിയില്ല. ചോലമണ്ണ് ഭാഗത്തേക്ക് വനത്തിലൂടെ കടന്നുപോകുന്ന 400 മീറ്റർ റോഡ് വനംവകുപ്പിന്റെ 10 ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്തിന്റെ 10 ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് നവീകരിക്കുക. മണ്ണാർക്കാട് DFO C. അബ്ദുൽ ലത്തീഫ്, സൈലന്റ് വാലി വൈൽഡ് ലൈഫ് വാർഡൻ സാജു വർഗീസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V. പ്രീത, അരനെല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സജന സത്താർ, വൈസ് പ്രസിഡന്റ് ആയിഷ B. ആറാട്ടുതൊടി, മറ്റ് ജനപ്രതിനിധികളായ P. ഷാനവാസ്, M. ജിഷ, K. റംലത്ത്, നൈസി ബെന്നി, P. രഞ്ജിത്ത്, P. ബഷീർ, റേഞ്ച് ഓഫീസർമാരായ N. സുബൈർ, B. വിഷ്ണു, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ അങ്ങാടിപ്പുറത്തെ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് പരിഹരിക്കപ്പെടാതെ അനന്തമായി നീളുന്നു. അങ്ങാടിപ്പുറത്തെ കുരുക്കിൽ കുടുങ്ങുന്നതിനാൽ സ്വകാര്യ ബസ്സുകൾക്ക് ട്രിപ്പ് മുടങ്ങുകയും സാമ്പത്തിക നഷ്ടം ഉണ്ടാവുന്ന സ്ഥിതിയുമാണ്. ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സമരത്തിനൊരുങ്ങുമെന്നാണ് ബസ് തൊഴിലാളികൾ പറയുന്നത്. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ അങ്ങാടിപ്പുറത്ത് രൂക്ഷമായ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെടുന്നത്. ഇവിടെ ദിവസവും പല സമയങ്ങളിലായി വാഹനങ്ങളുടെ നീണ്ട നിര കാണാം. മണിക്കൂറുകൾ നീളുന്ന ഈ ഗതാഗതക്കുരുക്ക് കാരണം സ്വകാര്യ ബസ്സുകൾക്ക് ട്രിപ്പുകൾ മുടങ്ങുന്ന സ്ഥിതിയാണ്. ഇതുകാരണം വലിയ സാമ്പത്തിക നഷ്ടവും മാനസിക സമ്മർദ്ദവും അനുഭവിക്കുന്നതായി ബസ് തൊഴിലാളി യൂണിയൻ നേതാക്കൾ പറഞ്ഞു. ഈ ഗതാഗതക്കുരുക്ക് ഉണ്ടാകുന്ന എല്ലാ സമയത്തും അവർക്ക് വലിയൊരു ഭീമമായ നഷ്ടം ഈ വേതനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അത് പോരാത്തതുകൊണ്ട് തന്നെ ഭയങ്കര മാനസിക സമ്മർദ്ദം. ഇത് ടൈമിന് ഓടിയെത്താത്തത് കൊണ്ടുള്ള മാനസിക സമ്മർദ്ദം. ടൈമിന് ഓടിയെത്താതിരുന്ന ഈ ബസ്സിൻ്റെ ട്രിപ്പ് കട്ടാവും. ആ ട്രിപ്പ് കട്ടാവുന്നതോടുകൂടി ബസ്സിലേക്ക് വരേണ്ടതായ വരുമാനവും നിൽക്കും. ഈ വരുമാനം നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഉടമസ്ഥനോടുള്ള മറുപടി പറയേണ്ടുള്ള ഒരു ബാധ്യതയും ഈ തൊഴിലാളികളുള്ളത്. അങ്ങനെയുള്ള കുറേ മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് ബസ് തൊഴിലാളികൾ കുറേ കാലങ്ങളായിട്ട്, ഈ മേൽപ്പാലം വന്നതിന് ശേഷം കുറേ കാലങ്ങളിലായിട്ട് അതുവഴി തൊഴിലെടുക്കുന്ന എല്ലാ തൊഴിലാളികളും വളാഞ്ചേരി, കോട്ടക്കൽ, മഞ്ചേരി, മലപ്പുറം പ്രധാനപ്പെട്ട 4 റൂട്ടുകളിലേക്ക് ബസ്സുകൾ അതുവഴി കടന്നു പോകുന്നുണ്ട്. ഈ മേഖലയിലെ തൊഴിലാളികൾ നിരന്തരം സംഘടനയുമായി ബന്ധപ്പെട്ടിട്ട് ഉന്നയിക്കുന്ന ഒരു ആശയമാണ് അവിടെ ഒരു ശാശ്വതമായ ഒരു ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ബസ്സുകൾക്കും മറ്റ് യാത്രക്കാർക്കും സുഗമമായി അങ്ങാടിപ്പുറത്തൂടെ കടന്നു പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തരുന്നത്. അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് ബസ് ഉടമകളും തൊഴിലാളികളും പലതവണ സമരം പ്രഖ്യാപിച്ചതാണ്. എന്നിട്ടും ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനുള്ള നടപടികൾ നീളുകയാണ്. പ്രശ്നം പരിഹരിക്കാൻ പ്രത്യക്ഷ സമരമാണ് മാർഗമെന്ന് ബസ് തൊഴിലാളി നേതാക്കൾ പറഞ്ഞു. ഇത് ജീവനക്കാരെയാണ് സമ്മർദ്ദത്തിലാക്കുന്നത്. ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ പ്രയാസപ്പെടുകയാണ്. ഭക്ഷണം പോലും നേരെ കഴിക്കാൻ കഴിയുന്നില്ല ട്രിപ്പ് എടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണാത്ത പക്ഷം പ്രത്യക്ഷ സമരവുമായി മുന്നോട്ട് പോകാൻ നമ്മൾ നിർബന്ധിതരാകും. അപ്പോൾ ഇതിന് ഒരു പരിഹാരം ഇപ്പം ഞങ്ങൾ ഇതിന് മുന്നിട്ടിറങ്ങാത്തത് ഇപ്പോൾ ഈ പെരുന്നാളും കാര്യങ്ങളൊക്കെ വരികയാണ്. പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനാവില്ല എന്നുള്ളത് കൊണ്ട്, സ്കൂൾ തുറന്നു എന്നുള്ളത് കൊണ്ടാണ് ഇതിലേക്ക് ഞങ്ങൾ നീങ്ങാത്തത്. ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ പോലീസിൻ്റെ ഭാഗത്തുനിന്നും ബന്ധപ്പെട്ട അധികാരിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് പറയാൻ. മേൽപ്പാലത്തിന് സമീപത്ത് റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടത് ഗതാഗതക്കുരുക്കിന് ഇടയാക്കുന്നുണ്ട്. വാഹനങ്ങൾ ഇവിടെ എത്തുമ്പോൾ വേഗത കുറയ്ക്കുന്നതാണ് ഗതാഗതക്കുരുക്കിന് കാരണം. കഴിഞ്ഞ ദിവസം ഇവിടെ കോറി വേസ്റ്റിട്ട് കുഴികൾ അടച്ചിരുന്നു. ദിവസവും പകൽ സമയത്ത് രൂക്ഷമായ ഗതാഗതക്കുരുക്ക് അങ്ങാടിപ്പുറത്ത് അനുഭവപ്പെടുന്നുണ്ട്. പെരിന്തൽമണ്ണ റോഡിൽ ജൂബിലി റോഡ് ജംഗ്ഷൻ വരെയും, കോഴിക്കോട് റോഡിൽ ഓരാടംപാലം വരെയും, വളാഞ്ചേരി റോഡിൽ വൈലോങ്കര വരെയും പലപ്പോഴായി വാഹനങ്ങളുടെ നീണ്ട നിര കാണാം. റോഡുകൾക്ക് വീതിയുണ്ടായിട്ടും മേൽപ്പാലത്തിൻ്റെ വീതിക്കുറവ് ഗതാഗതക്കുരുക്കിന് ഒരു കാരണമാണ്. കോട്ടക്കൽ, വളാഞ്ചേരി, കുളത്തൂർ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കൂടി അങ്ങാടിപ്പുറം ജംഗ്ഷനിലൂടെ പോകുമ്പോൾ ഗതാഗതക്കുരുക്ക് ഒന്നുകൂടി ഇരട്ടിക്കുന്ന സ്ഥിതിയാണുള്ളത്. പരിയാപുരം റോഡും റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള റോഡും തിരുമാന്ധാംകുന്ന് ക്ഷേത്രത്തിലേക്കുള്ള വഴിയും ഈ പ്രധാന പാതയിൽ നിന്നാണ് തിരിയുന്നത്. ദിനംപ്രതി വാഹനങ്ങൾ പെരുകുന്ന സ്ഥിതിയുണ്ടായിട്ടും റോഡുകൾ വികസിക്കാത്തത് വലിയ പോരായ്മയാണ്. വൈലോങ്ങര ഓരാടംപാലം ബൈപ്പാസ് റോഡിൻ്റെ നിർമ്മാണം തുടങ്ങാനായിട്ടില്ല. അങ്ങാടിപ്പുറത്തെയും പെരിന്തൽമണ്ണയിലെയും ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ റെയിൽവേ മേൽപ്പാലത്തോടുകൂടിയ ഓരാടംപാലം മാനത്തുമംഗലം ബൈപ്പാസ് റോഡ് പദ്ധതി നടപടികൾ എങ്ങും എത്തിയിട്ടുമില്ല. പരിഹാരം വൈകുന്തോറും യാത്രക്കാരും വ്യാപാരികളും നഗരവാസികളുമെല്ലാം അനുഭവിക്കുന്ന ദുരിതവും തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. റിട്ടേണിംഗ് ഓഫീസർ കൂടിയായ പെരിന്തൽമണ്ണ സബ് കളക്ടറുടെ കാര്യാലയത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും ജനറൽ ഒബ്സർവറുടെയും സാന്നിധ്യത്തിലാണ് സൂക്ഷ്മ പരിശോധന നടന്നത്. നിലമ്പൂർ നിയമസഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥികൾ നൽകിയ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. വരണാധികാരി പെരിന്തൽമണ്ണ സബ് കളക്ടറുടെ കാര്യാലയത്തിലാണ് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടന്നത്.
ലഭിച്ച 25 നാമനിർദ്ദേശ പത്രികകളിൽ PV അൻവറിന്റെ നാമനിർദ്ദേശ പത്രിക ഉൾപ്പെടെ 7 നാമനിർദ്ദേശ പത്രികകൾ തള്ളി. ബാക്കി 18 നാമനിർദ്ദേശ പത്രികകൾ സാധൂകരിച്ചു. ചില സ്ഥാനാർത്ഥികൾ നൽകിയിരുന്ന 2 നാമനിർദ്ദേശ പത്രികകളിൽ ഒരെണ്ണം ഒഴിവാക്കി. ഇപ്പോൾ 14 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. 5-ാം തീയതി വൈകിട്ട് 5 മണി വരെയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന സമയം. അതുകഴിഞ്ഞാൽ മാത്രമേ മത്സരചിത്രം വ്യക്തമാകൂ. ഒറ്റപ്പാലം ലക്കിടിയിൽ പശുമോഷണം പതിവാകുന്നു. 2 മാസത്തിനിടെ 2 പശുക്കളാണ് മോഷണം പോയത്. പരാതി നൽകിയിട്ടും പോലീസ് കൃത്യമായി ഇടപെടുന്നില്ലെന്ന ആരോപണവും ഉയരുന്നുണ്ട്. കന്നുകാലി മോഷണത്തിന് അയവ് വന്ന ലക്കിടിയിൽ വീണ്ടും മോഷണം പതിവായി. 2 മാസത്തിനിടെ 2 പശുക്കളാണ് മോഷണം പോയത്. ജൂൺ 2 തിങ്കളാഴ്ച പുലർച്ചെ ലക്കിടി ചേർങ്ങോട്ട് കോളേരി ജയദേവന്റെ തൊഴുത്തിൽ നിന്നും 7 മാസം ഗർഭിണിയായ പശുവിനെ മോഷ്ടാവ് കൊണ്ടുപോയി. 3 വയസ്സോളം പ്രായമായ HF ക്രോസ് ഇനത്തിൽപ്പെട്ട പശുവാണ് മോഷണം പോയത്. ഇതിനു മുമ്പും ജയദേവന്റെ പശു മോഷണം പോയി അടുത്ത ദിവസം കണ്ടെത്തിയിരുന്നു. പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്ന് ജയദേവൻ പറഞ്ഞു. പശു കളവ് പോയി തിങ്കളാഴ്ച വെളിച്ചമ്പോൾ നോക്കുമ്പോൾ പശുവിനെ കാണാനില്ല. കള്ളന്മാരെ കൊണ്ടുവരുന്നില്ല അറിയില്ല. പോലീസ് പരാതി കൊടുത്തു. അവർ വന്ന് നോക്കും ചെയ്തു. 2-3 കൊല്ലം മുമ്പേ ഒരു പശുവിൻ്റെ ഇതുപോലെ പോയിട്ടുണ്ട്. അത് കയ്യോടെ പിടിക്കുകയും ചെയ്തു. മെയ് 5 മേലെ കോളേജിൽ രാജന്റെ വീട്ടുതൊഴുത്തിൽ നിന്ന് 3 വയസ്സായ പശുവിനെ മോഷ്ടിച്ചു കൊണ്ടുപോയിരുന്നു. HF നെറ്റിൽപ്പെട്ട പശുവിനെ കെട്ടിയ കയർ മുറിച്ചാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഞാൻ ഈ മേഖലയിൽ വന്നിട്ട് 10 വർഷത്തോളമായി. 10 വർഷമായിട്ട് പശു വളർത്തൽ, പോത്ത് വളർത്തൽ, ഇങ്ങനെ ഇത്ര കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ട് 1 മാസമാവണം. ഈ 5-ാം തീയതി വന്നാൽ കറക്റ്റ് 1 മാസമാവും. പോലീസിൽ പരാതിപ്പെട്ടു. അവർ വന്നു, ഇതൊക്കെ നടത്തി FIR ഒക്കെ ഇട്ടു. പക്ഷേ കള്ളനെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ പരിസരത്തും തന്നെ അതേമാതിരി പശുക്കളെ ഇപ്പോൾ ഈ പോളിഗാർഡിൽ നിന്ന് ഞങ്ങളുടെ ബാക്കിലാണ് അവർ ആട് വളർത്തലെ നിർത്തിയെന്നാണ് പറയുന്നത്. ഇങ്ങനെ മോഷണം പോയതിൻ്റെ ശേഷം അവരൊരു പശു ഇതേമാതിരി പോകാണ്ടായിട്ടുണ്ട്. അതുമാതിരി ഞങ്ങളുടെ ഫ്രണ്ടിലത്തെ വീട്ടിൽ നിന്ന് ആടയച്ച് പോയിട്ട് എന്തോ ഭാഗ്യം കൊണ്ട് തിരിച്ചു കിട്ടി. കുറച്ച് അപ്പുറത്ത് വേറെ 2 പോത്തുകളെ ഒരു വീട്ടിൽ നിന്ന് അയച്ചുകൊണ്ട് അതൊരു 1.5 വർഷമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അതും നഷ്ടപ്പെട്ടു. അതും അന്വേഷണം അവിടെ എത്തിയില്ല. ലക്കിടിയിലെ ഭിന്നശേഷിക്കാരുടെ പുനരധിവാസ കേന്ദ്രമായ പോളിഗാർഡിൽ നിന്നും ആടുകൾ മോഷണം പോയിരുന്നു. 1 വർഷം മുമ്പ് ദേവസംകുന്ന് കുഞ്ഞിരാമന്റെ വീട്ടിൽ നിന്നും രാത്രി 1 മണിക്ക് അഴിച്ചു കൊണ്ടുപോകുന്നതിനിടെ വീട്ടുകാർ ഉണർന്ന് മോഷ്ടാവ് ആടുകളെ ഉപേക്ഷിച്ചു പോയ സ്ഥിതിയും ഉണ്ടായിരുന്നു. രാത്രി 1 മണിയായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു നിഴൽ കണ്ടു പോയതിനെ അടിച്ചപ്പോൾ ആൾ ഓടിയെന്നല്ല ഇവിടെ എത്തിയപ്പോൾ പിന്നെ ഞാൻ റോഡ് വളക്കടിച്ചിട്ട് കയറിയപ്പോൾ ആട് 2 കാറ്, വലിയ കാറാണ്. അപ്പോൾ വേറൊരു കുട്ടിയുണ്ട്. അത് കരഞ്ഞപ്പോഴാണ് എനിക്ക് സംശയം തോന്നിയത്. അപ്പോൾ വേറെ ഓടിയിട്ട് ടോർച്ചെടുത്തിട്ട് ഒറ്റ ഓട്ടാതിയാണ് ഓടിയപ്പോൾ ആടുകളുണ്ട് ഇങ്ങോട്ട് കയറും. ഈ മൂലയിൽ വെച്ചിട്ടാണ് അടുത്ത് പാഞ്ഞതാണ്. ആളെ പിടിക്കാൻ പറ്റി. ഈ അടുത്ത് ഇവിടെ കുറേ സ്ഥലത്തുണ്ടോ? ഉണ്ട്, ചില സ്ഥലത്തൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇതാണ്ട് ഇവിടെ തൊട്ടായാലൊക്കെ കൊണ്ടുപോയത്. ഇന്നലെ അവിടെ കണ്ടോ അത് കൊണ്ടുപോയി. അങ്ങനെ ലക്കിടിയിലെ വിവിധ പ്രദേശങ്ങളിലും കന്നുകാലി മോഷണം പതിവായിരിക്കുകയാണെന്നും ഇതിനെതിരെ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ലക്കിടി ക്ഷീരസംഘം മുൻ പ്രസിഡന്റ് K രമേശ് പറഞ്ഞു. ഈ ലക്കിടി പ്രദേശത്ത് ഇത് പതിവായി കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ചായിട്ട് 2 പോത്തുകൾ, ഇതേപോലെ തന്നെ ആടുകൾ, ഇങ്ങനെ വിവിധ തരത്തിലുള്ള മൃഗങ്ങളെ ആളുകൾക്ക് വളർത്താൻ പറ്റാത്തൊരവസ്ഥയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പലരും പോലീസിൽ പരാതി കൊടുത്താലും അതിന് വേണ്ട രീതിയിലുള്ള മറുപടിയോ കാര്യങ്ങളോ ലഭിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവരുടെ കൂലിപ്പണിയും കാര്യങ്ങളും മെനക്കെട്ട് കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ട അവസ്ഥ വരുന്നു. അതുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാതെ പലരും പിന്മാറി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് ചുറ്റുവട്ടത്ത് ഇങ്ങനെ ഇപ്പോൾ 1 മാസം ഇടവിട്ടായിട്ട് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മേഖല ജനങ്ങൾ, ഈ പശു വളർത്തൽ ക്ഷീര മേഖലയിലെ കർഷകരെ ഇത് ബാധിക്കുമ്പോൾ അവർ ഈ മേഖല വിട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ്. പലരും പശു വളർത്തൽ തന്നെ വേണ്ടെന്ന് വെക്കുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോലീസിന് ഇതിന് എന്തായാലും ഊർജിതമായ അന്വേഷണം നടത്തിയിട്ട് പ്രതികളെ പിടിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്. അതേസമയം കർഷകരുടെ പരാതിയിൽ കേസെടുത്തിട്ടുണ്ടെന്നും അന്വേഷണം നടന്നു വരികയാണെന്നും മോഷ്ടാക്കൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു. മണ്ണാർക്കാട് എളമ്പുലാശ്ശേരി വാക്കടപ്പുറത്ത് നിരോധിത പുകയില ഉൽപ്പന്ന നിർമ്മാണ കേന്ദ്രം കണ്ടെത്തിയ സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. ആറ്റാശ്ശേരി സ്വദേശി പറമ്പിൽ പീടിക നസീർ ഹുസൈനാണ് പിടിയിലായത്. മെയ് 24-നാണ് വാക്കടപ്പുറം കരുവാരക്കാട് റബ്ബർ തോട്ടത്തിൽ പ്രവർത്തിച്ചിരുന്ന നിരോധിത പുകയില നിർമ്മാണ കേന്ദ്രം മണ്ണാർക്കാട് പോലീസ് കണ്ടെത്തിയത്. 67,500 പാക്കറ്റ് ഹാൻസും 1,34,700 പാക്കറ്റ് വിമൽ, 700 കിലോ അസംസ്കൃത വസ്തുക്കളും നിർമ്മാണ ഉപകരണങ്ങളും പിടിച്ചെടുത്തിരുന്നു. തൊഴിലാളികളായ 2 രാജസ്ഥാൻ സ്വദേശികളെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ജോലിക്കാരെ ഫാക്ടറിയിലെത്തിക്കുകയും തിരിച്ചു കൊണ്ടുവിടുകയും ചെയ്തിരുന്നയാളാണ് അറസ്റ്റിലായ നസീർ ഹുസൈൻ. ഫാക്ടറിയിലെ CCTV ദൃശ്യങ്ങളും നസീറിന്റെ മൊബൈൽ ഫോണിൽ കണക്റ്റായിരുന്നു. നസീറിന്റെ ആറ്റാശ്ശേരിയിലെ വീട്ടിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. സ്ഥലയുടമ ഉൾപ്പെടെ 2 പേർ പോലീസ് നിരീക്ഷണത്തിലാണെന്നും ഉടൻ പിടികൂടുമെന്നും മണ്ണാർക്കാട് CI MP രാജേഷ് അറിയിച്ചു. ഒരു ഇടവേള.
വാർത്തകൾ തുടരുന്നു. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ വൻ സ്പിരിറ്റ് വേട്ട. ലോറിയുടെ രഹസ്യ അറയിൽ ഒളിപ്പിച്ചു കടത്തിയ സ്പിരിറ്റ് പോലീസും ഡാൻസ് ഓഫ് സംഘവും ചേർന്ന് നടത്തിയ പരിശോധനയിൽ പിടികൂടി. ലോറി ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തു. തിങ്കളാഴ്ച രാത്രി പാലക്കാട് കൊഴിഞ്ഞാമ്പാറ പോലീസും ഡാൻസ് ഓഫ് സംഘവും ചേർന്ന് നടത്തിയ പരിശോധനയിൽ നീലങ്കാച്ചിയിൽ വെച്ചാണ് സ്പിരിറ്റുമായി വന്ന ലോറി പിടികൂടിയത്. ലോറിയുടെ ബോഗിക്കടിയിലെ രഹസ്യ അറയിൽ നിറച്ച നിലയിലായിരുന്നു സ്പിരിറ്റ്. കന്നാസുകളിൽ ശേഖരിച്ച അളവ് നോക്കിയപ്പോൾ 1155 ലിറ്റർ സ്പിരിറ്റാണ് ഉണ്ടായിരുന്നത്. പെട്ടിയിൽ പച്ചക്കറി കയറ്റുന്ന ട്രേ അടുക്കിയതിന് അടിയിൽ ആയിട്ടായിരുന്നു രഹസ്യ അറ. സംഭവത്തിൽ ലോറി ഡ്രൈവർ തൃശൂർ അന്തിക്കാട് മാങ്ങോട്ടുകര മാമ്പുള്ളി വീട്ടിൽ വി ഷൈജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ കൊപ്പം കല്ലേപ്പുള്ളി പാലത്തിന് സമീപം റോഡിന്റെ വശമിടിഞ്ഞത് പുനർനിർമ്മിക്കുന്ന പ്രവൃത്തികൾ തുടങ്ങി. പൊതുമരാമത്ത് വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് പ്രവൃത്തികൾ. കരിങ്കൽ ഉപയോഗിച്ചുള്ള സംരക്ഷണ ഭിത്തി ഒരുക്കുന്ന പ്രവൃത്തികളാണ് നടക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മഴയിൽ കല്ലേപ്പുള്ളി പാലത്തിന് സമീപം റോഡിന്റെ വശം താഴ്ചയിലേക്ക് ഇടിഞ്ഞു വീണത്. സ്വകാര്യ മൊബൈൽ കമ്പനിയുടെ കേബിൾ ഇടുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ നിർമ്മാണ പ്രവൃത്തികളാണ് വശമിടിയുന്നതിന് കാരണമായതെന്ന് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ കണ്ടെത്തിയിരുന്നു. വശമിടിഞ്ഞതോടെ ഭാരവാഹനങ്ങൾക്ക് പാതയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. തുടർന്നാണ് ഇപ്പോൾ പുനർനിർമ്മാണ പ്രവൃത്തികൾ മൊബൈൽ കമ്പനിയുടെ ഉത്തരവാദിത്വത്തിൽ ആരംഭിച്ചിരിക്കുന്നത്. 3.5 മീറ്റർ ഉയരത്തിലും 17 മീറ്ററോളം നീളത്തിലുമാണ് കരിങ്കൽ ഭിത്തി നിർമ്മിക്കുന്നത്. ഭിത്തിക്ക് ഉറപ്പിനാവശ്യമായ കോൺക്രീറ്റ് പ്രവൃത്തികൾ നടപ്പാക്കും. പ്രവൃത്തികൾ പൂർത്തിയാവാൻ സമയമെടുക്കുമെന്നാണ് അധികൃതർ നൽകുന്ന സൂചന. എങ്കിലും വേഗത്തിൽ താൽക്കാലിക സംരക്ഷണ ഭിത്തി ഒരുക്കി നൽകി റോഡിന്റെ സുരക്ഷ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് പട്ടാമ്പിയിൽ VK ശ്രീകണ്ഠൻ MP എക്സലൻസ് അവാർഡ് സമ്മാനിച്ചു. സിനിമാ താരം അനുമോൾ മുഖ്യാതിഥിയായി. ഓരോ നാടിൻ്റെയും മികവ് വിദ്യാഭ്യാസത്തിലൂടെയാണ് വ്യക്തമാകേണ്ടതെന്ന് VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. പട്ടാമ്പി, ഓങ്ങല്ലൂർ, വല്ലപ്പുഴ, ഷൊർണൂർ, മുതുതല, കൊപ്പം, വിളയൂർ, തിരുവേഗപ്പുറ, കുലുക്കല്ലൂർ എന്നീ പ്രദേശങ്ങളിൽ നിന്നുള്ള വിദ്യാലയങ്ങളിൽ നിന്ന് SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കാണ് MP എക്സലൻസ് അവാർഡ് സമ്മാനിച്ചത്. പട്ടാമ്പി രാജപ്രസ്ഥം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് MP ഉദ്ഘാടനം ചെയ്തു. പൊതുവിജ്ഞാനം കൂടുതൽ ആർജിച്ചെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് കഴിയണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ MP പറഞ്ഞു. നല്ല വിവേകത്തോടുകൂടി നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയും. അതാണ് വിദ്യാഭ്യാസത്തിന്റെ ഒരു മഹത്വം. വിവേകം എന്ന് പറയുന്നത് എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് അറിയുന്നതാണ് വിവേകം. നന്മ എന്താണ്, തിന്മ എന്താണ് എന്നറിയുന്നതാണ് വിവേകം. സാമൂഹ്യ തിന്മകൾ എന്താണ്, സാമൂഹ്യമായിട്ടുള്ള പുരോഗതിക്ക് ഗുണകരമായ കാര്യങ്ങൾ എന്താണ്, ഇത് രണ്ടും തുലനം ചെയ്യാൻ, അതിനെക്കുറിച്ച് ആലോചിക്കാൻ, ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് കഴിവുള്ളൂ. നിങ്ങൾ വിദ്യാഭ്യാസം പാഠപുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങി പഠിക്കുന്ന വിഷയങ്ങളിൽ മാത്രമല്ല, നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് പൊതുവിജ്ഞാനമാണ്. പല കുട്ടികൾക്കും ഞാൻ നോക്കിയത് കുറവായിട്ട് പറയാൻ കഴിയില്ല, സാഹചര്യം ഉണ്ടാകും. പഠിക്കുന്ന കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കും, മറ്റൊന്നും ഇടം വല തിരിയില്ല, ആകാശം പൊട്ടി വീണ അറിയില്ല. എന്താണ് പാഠപുസ്തകം, നമ്മുടെ സബ്ജക്റ്റ്, അതിൽ മാക്സിമം മാർക്ക് നേടുക, അതിനുവേണ്ടി ഉറക്കൊഴിച്ചിരുന്ന് കഷ്ടപ്പെട്ട് പഠിക്കുക, അല്ലേ? അത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് വേണ്ടത് എന്താണ്? പൊതുവിജ്ഞാനമാണ്. പൊതുവിജ്ഞാനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട എന്തായിരിക്കും? നമ്മളെല്ലാവരും മനുഷ്യരാണ്, നമുക്ക് വേണ്ടത് മനുഷ്യത്വമാണ്. ചടങ്ങിൽ പ്രശസ്ത സിനിമാ താരം അനുമോൾ വിശിഷ്ടാതിഥിയായിരുന്നു. M അനന്തകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ, വൈസ് പ്രസിഡന്റ് KA റഷീദ്, UDF നേതാക്കളായ ET ഉമർ, KR നാരായണസ്വാമി, KP വാപ്പുട്ടി, C സംഗീത, PK ഉണ്ണികൃഷ്ണൻ, കമ്മുകുട്ടി എടത്തോൾ തുടങ്ങിയവരും മറ്റ് നേതാക്കളും പങ്കെടുത്തു. വിദ്യാർത്ഥികൾക്കുള്ള ബോധവൽക്കരണ ക്ലാസും ഉണ്ടായി. ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന P കൃഷ്ണപിള്ള സ്മാരക സാന്ത്വന കേന്ദ്രം കൃപാസിന്റെ നേതൃത്വത്തിൽ വിദ്യാമിത്ര സീസൺ 4 സംഘടിപ്പിച്ചു. മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രവർത്തന മേഖലയിലെ LSS, USS, SSLC +2 പരീക്ഷകളിൽ വിജയിച്ചവരെയാണ് ചടങ്ങിൽ അനുമോദിച്ചത്. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്ക് ശ്രേഷ്ഠബാല്യം ആദരവ് നൽകി. സംസ്ഥാനതലത്തിൽ കുടുംബശ്രീ അവാർഡ് നേടിയ ഭാഗ്യശ്രീ അയൽക്കൂട്ടം, വാർഡ് 8 പുന്നാമ്പറമ്പ് ADS എന്നിവരെയും ആദരിച്ചു. വിദ്യാർത്ഥികൾക്ക് പഠന കിറ്റ്, വിദ്യാമിത്ര സ്കോളർഷിപ്പ് എന്നിവയും നൽകി. ഹൃദയപൂർവ്വം പദ്ധതിയിൽ ഉൾപ്പെടുത്തി രോഗികൾക്കുള്ള ചികിത്സാ സഹായവും നൽകി. എല്ലാവർക്കും ചികിത്സാ സൗകര്യം ലഭിക്കും. പക്ഷേ കേരളത്തിന് പുറത്ത്, രാജ്യത്തിന് പുറത്ത് അതല്ല അവസ്ഥ. പണമുള്ളവർക്ക് മാത്രം ചികിത്സിക്കാൻ പറ്റും, ബാക്കിയുള്ളവർ മരിച്ചു പോവുക, അതാണ് അവസ്ഥ. അതുകൊണ്ട് ആരോഗ്യരംഗത്ത് ഇങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ സാന്ത്വന മേഖലയ്ക്ക് കൂടുതൽ പ്രസക്തി ഉണ്ടാവുക. അതെന്താ എന്ന് ചുരുങ്ങിയ വാക്കുകളിൽ മാത്രം വിശദീകരിക്കാം. ആരോഗ്യ മേഖലയെ 3 ആയിട്ട് തരംതിരിക്കാം. കൊച്ചു മക്കളുണ്ട് ഇവിടെ,
അവരുടെ അച്ഛനമ്മമാരാണുള്ളതെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ സഹോദരന്മാരൊക്കെ ഉണ്ടാവും. മണ്ണമ്പറ്റ TTIയിൽ വെച്ച് നടന്ന പരിപാടിയിൽ കൃപാസ് പ്രസിഡന്റ് P. അരവിന്ദാക്ഷൻ അധ്യക്ഷനായി. കുഞ്ചൻ നമ്പ്യാർ സ്മാരക ചെയർമാൻ K. ജയദേവൻ മുഖ്യപ്രഭാഷണം നടത്തി. ഗായിക കുമാരി തീർത്ഥ സുഭാഷ് അവതരിപ്പിച്ച കലാവിരുന്നുമുണ്ടായി. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C. രാജിക, കൃപാസ് ഭാരവാഹികളായ K. ഗോപി, N. ബാലസുബ്രഹ്മണ്യൻ, T. നീലകണ്ഠൻ മാസ്റ്റർ, ജനപ്രതിനിധികളായ V. രാധിക, C. ഹരിദാസൻ, K. ലിനി, C. ജയശ്രീ, S. രാജശ്രീ എന്നിവർ സംസാരിച്ചു. പഴയ പ്ലാസ്റ്റിക്കിൻ്റെയും പേപ്പറിൻ്റെയും ഭാരം തൂക്കി 77-ാം വയസ്സിലും സൈക്കിൾ തള്ളി സ്വന്തം ജീവിതം മുന്നോട്ട് നയിക്കുകയാണ് വാണിയംകുളം പനയൂർ സ്വദേശി വേലായുധൻ. 20 വർഷത്തിലധികമായി സൈക്കിളും പേറിയുള്ള വേലായുധൻ്റെ ഈ ജീവിതം. വേലായുധനെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുകയാണ് ഞങ്ങളുടെ ഒറ്റപ്പാലം ബ്യൂറോ. ലോക സൈക്കിൾ ദിനത്തോടനുബന്ധിച്ച് സജിൻ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് കാണാം. ഈ സൈക്കിൾ ചക്രങ്ങൾ തിരിയുന്നത് മിനിപ്പടി ഇരട്ടമ്പലം വീട്ടിൽ വേലായുധന് ഓരോ ദിവസവും പട്ടിണിയില്ലാതെ തള്ളി നീക്കുന്നതിനായാണ്. 20 വർഷത്തിലധികമായി പഴയ പ്ലാസ്റ്റിക്കുകളും പേപ്പറുകളും കാർഡ്ബോർഡുകളും മറ്റും വീടുകളിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിച്ച് തൻ്റെ സൈക്കിളിൽ കയറ്റി തള്ളിക്കൊണ്ടുപോയി വിറ്റാണ് വേലായുധൻ തൻ്റെ ഓരോ ദിവസവും മുന്നോട്ട് നീക്കുന്നത്. വേലായുധനൊപ്പമുള്ള ഈ സൈക്കിൾ തന്നെയാണ് വേലായുധൻ്റെ ഉപജീവന മാർഗം. അവശതകൾ ഏറെയുണ്ടെങ്കിലും മറ്റാർക്കു മുന്നിലും കൈനീട്ടാൻ നിൽക്കാതെ 77-ാം വയസ്സിലും സ്വന്തമായി അധ്വാനിച്ച് ജീവിതം മുന്നോട്ട് നീക്കുകയാണ് വേലായുധൻ. ആദ്യകാലങ്ങളിൽ വാണിയംകുളത്ത് വ്യാപാര സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന വേലായുധൻ 98-ന് ശേഷമാണ് സൈക്കിളിൽ പഴയ സാധനങ്ങൾ ശേഖരിച്ച് വിറ്റ് ജീവിക്കാൻ തുടങ്ങിയത്. 1000 രൂപയ്ക്ക് സെക്കൻഡ് ഹാൻഡ് സൈക്കിളാണ് അന്ന് വാങ്ങിയത്. കാലപ്പഴക്കത്തിനനുസരിച്ച് സൈക്കിളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി. ഇന്നും വേലായുധൻ്റെ ഉപജീവന മാർഗം ഈ സൈക്കിൾ തന്നെയാണ്. വയസ്സ് 77 വയസ്സായി. 1998 തുടങ്ങിയതാണ് ഈ കച്ചവടം. ഈ സൈക്കിൾ വന്നു എൻ്റെ കൂടെ. എൻ്റെ ജീവിതത്തിനുള്ള പൈസ അന്ന് വീട്ടോട് കൂടെ പോയി എടുത്ത് ഉണ്ടാക്കും. 9-10 മണിക്ക് അടുത്തായിട്ട് പോകും. രാവിലെ 10 മണിക്ക്. സൈക്കിള് കാലിയാണെങ്കിൽ ചവിട്ടുള്ളൂ. ലോഡ് വെച്ചാൽ ഉന്തിയിട്ടാണ് പോകുള്ളൂ. അതിന് സൈക്കിള് നമ്മളെ വയസ്സാതല്ലേ ചോദിക്കണ്ടേ. അതാണ് 10 മണിക്ക് അടുത്തായിട്ട് ഇറങ്ങും. പിന്നെ വീട്ടോടും പോയി സാധനം എടുക്കും. പിന്നെ കടയിൽ കൊണ്ടുപോയി കൊടുക്കും. വേലായുധൻ തനിച്ചാണ് വീട്ടിൽ താമസം. രാവിലെ നേരത്തെ ഇറങ്ങി കൂനത്തറ, കണ്ണിയമ്പുറം, തൃക്കങ്ങോട്, വാണിയംകുളം ഭാഗങ്ങളിലെ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും കയറിയിറങ്ങി പഴയ സാധനങ്ങൾ സൈക്കിളിൽ ശേഖരിച്ച് പൊളിമാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റാണ് ഇപ്പോഴത്തെ ജീവിതം. ദിവസം മുഴുവൻ കഷ്ടപ്പെട്ടാലും 400-500 ലഭിച്ചാൽ ഭാഗ്യം. പഴക്കം എത്ര ചെന്നാലും വേലായുധനൊപ്പം കട്ടയ്ക്ക് കൂടെ നിൽക്കുകയാണ് ഈ സൈക്കിൾ. ജീവിതം മുന്നോട്ട് തള്ളി നീക്കാനുള്ള വേലായുധൻ്റെ ധൈര്യവും ഈ സൈക്കിൾ തന്നെയാണ്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. സൈക്കിളിൻ്റെ 2 ചക്രങ്ങളിൽ ജീവിതം മുന്നോട്ട് ചവിട്ടി നീക്കിയ ഒറ്റപ്പാലം ചുനങ്ങാട് സ്വദേശി ശ്രീകുമാരൻ. സൈക്കിളിൽ ചായയും എണ്ണക്കടികളും കൊണ്ടു നടന്ന് വിൽപ്പന നടത്തി ഉപജീവനം നടത്തുകയാണ് 21 വർഷമായി ശ്രീകുമാരൻ. ഈ ബെൽ ശബ്ദം കേട്ടാൽ പരിചിതർക്ക് മനസ്സിലാവും ചായയും എണ്ണക്കടികളുമായി ശ്രീകുമാരൻ എത്തിയെന്ന്. ചുനങ്ങാട് മുട്ടിപ്പാലം കാഞ്ഞിരക്കുന്നത്ത് വീട്ടിൽ 54-കാരനായ ശ്രീകുമാരനാണ് 21 വർഷക്കാലമായി സൈക്കിൾ ഉപജീവനമാർഗമാക്കി ജീവിതം മുന്നോട്ട് തള്ളി നീക്കുന്നത്. ഫലിതങ്ങൾക്കൊപ്പം ചൂടോടെയുള്ള എണ്ണക്കടികളും ചായയും സൈക്കിളിൽ തയ്യാറാക്കിയ പെട്ടിയിലും പാത്രത്തിലുമായി കൊണ്ടുനടന്ന് വിൽപ്പന നടത്തിയാണ് ശ്രീകുമാരൻ വരുമാനം കണ്ടെത്തുന്നത്. സൈക്കിളിൽ രാവിലെ 9 മണിക്കിറങ്ങി പകൽ 1 മണിക്ക് വീട്ടിലെത്തും. ഉച്ചഭക്ഷണത്തിനു ശേഷം 3 മണിയോടെ വീണ്ടും ഇറങ്ങും. ഒറ്റപ്പാലം, തോട്ടക്കര, ചുനങ്ങാട്, മുരുക്കുംപറ്റ തുടങ്ങിയ പ്രദേശങ്ങളിലൂടെ സൈക്കിളിൽ സഞ്ചരിച്ചാണ് പ്രധാന വിൽപ്പന. ഒരു ദിവസം ശരാശരി 30 കിലോമീറ്ററോളം ദൂരം സൈക്കിൾ ചവിട്ടിയാണ് ചായ വിൽപ്പന. രാവിലെ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഉച്ചയ്ക്ക് ഒരു 12:30 1 മണിക്ക് വീട്ടിലെത്തും. വീണ്ടും 3 മണിക്ക് തിരിച്ചു അവിടെ എത്തുമ്പോൾ പിന്നെ അവിടെ വീട്ടിലേക്ക് എത്തുമ്പോൾ 7 മണിയാവും. അങ്ങനെ കച്ചവടം. അതെല്ലാം മഴക്കാലം വേനൽക്കാലത്തൊക്കെ എല്ലാ ദിവസവും ഉണ്ട്. പ്രളയത്തിൽ ഒരു ദിവസമാണ് ലീവ് എടുക്കുന്നത്.
കച്ചവടം ഒന്നും ഉണ്ടാകാൻ പറയാം. 20 കൊല്ലത്തോളമായി പെയിന്റിംഗ് തൊഴിലാളിയായിരുന്നു ശ്രീകുമാരൻ. തൊഴിൽ കുറഞ്ഞതോടെ സ്വയം തൊഴിൽ എന്ന നിലയ്ക്ക് സൈക്കിൾ വാങ്ങി ചായ വിൽപ്പനയ്ക്ക് ഇറങ്ങുകയായിരുന്നു. 21 വർഷത്തിനിടെ 4 തവണ സൈക്കിൾ മാറ്റിയെങ്കിലും ഒരു സൈക്കിൾ മാത്രമാണ് പുതിയത് വാങ്ങിയത്. ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിലും ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ കൂട്ടായി ശ്രീകുമാറിൻ്റെ പ്രിയ സൈക്കിളും ഉണ്ടാകും. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. നേപ്പാളിൽ നടന്ന ഏഷ്യൻ മിക്സ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ടീം പെരിന്തൽമണ്ണയുടെ കരുത്തിൽ രാജ്യത്തിന് 1ാം സ്ഥാനം. ശ്രീലങ്കയോടും നേപ്പാളിനോടും പൊരുതിയാണ് കേരളത്തിലെ താരങ്ങൾ സ്വർണ്ണ മെഡൽ അണിഞ്ഞത്. President Asian Mixed Boxing Federation, President Sri Lanka Mixed Boxing Association, then Nepal Mixed Boxing Association President Suman Lama. ഏഷ്യൻ മിക്സ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ VFC കേരളയുടെ കുരുന്നുകൾ മെഡലുകൾ വാരിക്കൂട്ടി. നേപ്പാളിലെ ബുദ്ധ നീൽഖണ്ഡ സ്റ്റേഡിയത്തിലാണ് ഏഷ്യൻ മിക്സ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് നടന്നത്. ശക്തരായ ശ്രീലങ്കയോടും നേപ്പാളിനോടും പൊരുതി ഇന്ത്യയ്ക്ക് വേണ്ടി VFC പെരിന്തൽമണ്ണയുടെ സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ താരങ്ങൾ സ്വർണ്ണ മെഡലുകൾ വാരിക്കൂട്ടി. മുഹമ്മദ് ഷെബിൻ പുലാമന്തോൾ, ധനഞ്ജൻ എറണാകുളം, അദ്വൈത് ഏലംകുളം, ലക്ഷ്മണൻ ആനമങ്ങാട് എന്നിവർ സ്വർണ്ണ മെഡലുകൾ കരസ്ഥമാക്കി. മിൻഹാജ് വെങ്കല മെഡലും നേടി. കേരള മിക്സ് ബോക്സിംഗ് വൈസ് പ്രസിഡന്റ് സുജിത് ധർമ്മജൻ പള്ളുരുത്തി, കേരള കോച്ച് ഫാത്തിമ സന പുലാമന്തോൾ, സൗത്ത് ഇന്ത്യൻ കോച്ച് സുബ്രഹ്മണ്യൻ ഏലംകുളം എന്നിവരാണ് ടീമിനെ നയിച്ചത്. ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണമണിഞ്ഞ് തിരിച്ചെത്തുന്ന കേരള ടീമിന് ജൂൺ 5 രാവിലെ ഒറ്റപ്പാലം, ചെറുകര റെയിൽവേ സ്റ്റേഷനുകളിൽ സ്വീകരണം നൽകും. കടമ്പളിപ്പുറം പ്രണവം ഹാളിൽ വെച്ച് പ്രശസ്ത ചരിത്രകാരനായിരുന്ന MGS നാരായണൻ അനുസ്മരണവും ചരിത്ര സെമിനാറും നടന്നു. പുരാവസ്തുശാസ്ത്രജ്ഞനും ചരിത്രകാരനുമായ പ്രൊഫസർ K. രാജൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കടമ്പളിപ്പുറം സാംസ്കാരിക വേദി, EP ഭാസ്കരഗുപ്തൻ ചരിത്ര പഠന കേന്ദ്രം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് അനുസ്മരണവും ചരിത്ര സെമിനാറും നടത്തിയത്. സാംസ്കാരിക വേദി രക്ഷാധികാരിയായ പള്ളിക്കരക്കളം ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ചരിത്രകാരനായ ഡോക്ടർ S. രാജേന്ദു അനുസ്മരണ പ്രഭാഷണം നടത്തി. സെക്രട്ടറി സതീഷ് NK, സാമൂഹ്യ പ്രവർത്തകനും EP ഭാസ്കരഗുപ്തൻ സ്മാരക ചരിത്ര പഠന കേന്ദ്രം ഡയറക്ടറുമായ PB ശ്രീനാഥ്, പ്രസിഡന്റ് വിമൽ ഗോപുരം, സാംസ്കാരിക വേദി ട്രഷറർ നാരായണൻ മസൂദ എന്നിവർ സംസാരിച്ചു. SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയ നിധി S. ഗുപ്തയ്ക്ക് ഉപഹാരം നൽകി. സാംസ്കാരിക വേദിയുടെ സംഗീത കൂട്ടായ്മയായ ദേവഗാന്ധാരം മ്യൂസിക് ട്രൂപ്പിന്റെ ഗാനമേളയും അരങ്ങേറി. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ നോക്കാം. വാണിജ്യ വാർത്തകൾ. ആതുര സേവന രംഗത്ത് പുതിയ ചുവടുവെപ്പുമായി സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ് വല്ലപ്പുഴയിൽ തുറന്നു. സാമൂഹിക പ്രതിബദ്ധത മുഖമുദ്രയാക്കിയാണ് സഹകാർ വല്ലപ്പുഴയിൽ ആരംഭിച്ചിട്ടുള്ളത്. പഞ്ചായത്ത് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനം വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. ജീവിതശൈലി രോഗങ്ങൾ കൊണ്ടും മറ്റ് മാറാവ്യാധികൾ കൊണ്ടും ദുരിതമനുഭവിക്കുന്നവർക്ക് തുണയാകുക എന്ന ലക്ഷ്യത്തോടെയാണ് മരുന്നുകൾ വിലക്കുറവിൽ നൽകിക്കൊണ്ട് കേന്ദ്ര സഹകരണ വകുപ്പിന് കീഴിലുള്ള സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ് വല്ലപ്പുഴയിലും പ്രവർത്തനം ആരംഭിച്ചത്. വല്ലപ്പുഴ പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ച സഹകാർ മെഡിക്കൽസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ, സാമൂഹിക പ്രവർത്തകർ, ജനപ്രതിനിധികൾ എന്നിവരും പങ്കെടുത്തു. നാരായണൻകുട്ടിയേട്ടനാണ് ഇതിൻ്റെ പ്രവർത്തനം ഇവിടെ ആരംഭിക്കുന്നത്. നമുക്കെല്ലാവർക്കും സുപരിചിതനായ ദീർഘകാലം പൊതുരംഗത്ത് വല്ലപ്പുഴയിലുണ്ടായിരുന്ന, ഇപ്പോഴുമുള്ള, നമ്മളോടൊപ്പം വളരെ സരസമായും അതുപോലെ തന്നെ കാർക്കശ്യത്തോടുകൂടെയൊക്കെ തീരുമാനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടുമൊക്കെ
പൊതുരംഗത്ത് നിന്ന് പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം ഒരു കാര്യത്തെ കുറിച്ച് ക്ഷണിക്കുക അല്ലെങ്കിൽ പറയുക എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് അദ്ദേഹത്തിന്റെ ഭാഷയിലൊക്കെ പറഞ്ഞ ഒരു പടി പറയും, കുറച്ചൊക്കെ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ് എന്ന സ്ഥാപനത്തെ കുറിച്ച് കൃത്യമായ രൂപം എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നിങ്ങളോട് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഏതായാലും വല്ലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം മെഡിക്കൽ മേഖലക്കകത്ത് അല്ലെങ്കിൽ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നതിന് വേണ്ട സർട്ടിഫിക്കറ്റുകളുള്ള ഒരുപാട് ആളുകളെ കാണാൻ വേണ്ടി സാധിക്കും. പ്രദേശത്തെ ആരോഗ്യ സന്നദ്ധ പ്രവർത്തകരെയും മുൻ DMO ഡോക്ടർ K വേണുഗോപാൽ, ഡോക്ടർ ലോഹിതാക്ഷൻ, ലാബ് ടെക്നീഷ്യൻ CP സരസ്വതി, K മാലതി, മെഡിക്കൽ സെയിൽസ്മാൻ V ഉണ്ണികൃഷ്ണൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പഞ്ചായത്ത് അംഗം ബിന്ദു സന്തോഷ് ചടങ്ങിൽ അധ്യക്ഷയായി. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ അഡ്വക്കേറ്റ് രാമദാസ്, സുന്ദരൻകൊപ്പം, K അഷ്റഫ് അലി, MT അബ്ദുൾ സലാം, M രാമൻകുട്ടി, KC അബ്ദുൾ നാസർ, M സൈദലവി, കാളപറമ്പ് മസ്ജിദ് ഖാസി മുസ്തഫ ഫൈസി, വല്ലപ്പുഴ പഞ്ചായത്ത് സെക്രട്ടറി TS ശ്രീകുമാർ, സ്ഥാപന ഉടമ A നാരായണൻകുട്ടി തുടങ്ങിയവരും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു. എല്ലാ ബ്രാൻഡഡ് ആൻഡ് ജനറിക് മരുന്നുകളും 15% മുതൽ 65% വരെ വിലക്കിഴിവിൽ സഹകാർ മെഡിക്കൽസിൽ നിന്നും ലഭിക്കും. ബേബി ഫുഡ് ഐറ്റംസ്, കോസ്മെറ്റിക്സ് എന്നിവയും സഹകാറിൽ ലഭ്യമാണ്. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് കണ്ടെത്തിയ അതിദരിദ്ര വിഭാഗം കുടുംബങ്ങളിൽപ്പെട്ടവരും രോഗങ്ങളാൽ തുടർ ചികിത്സയ്ക്കും മരുന്നിനും പ്രയാസം നേരിടുന്നവർക്ക് തുണയാകുക എന്ന ലക്ഷ്യത്തോടെ നിശ്ചിത വരുമാനം ഇവർക്കായി മാറ്റിവെക്കാനും സഹകാർ മെഡിക്കൽസ് ലക്ഷ്യമിടുന്നു. ഞങ്ങളുടെ സേവനം നിങ്ങളുടെ വീട്ടുമുറ്റത്ത് എന്നതാണ് സഹകാറിൻ്റെ ടാഗ് ലൈൻ. 8113840847 എന്ന വാട്സപ്പ് നമ്പറിൽ ഡോക്ടറുടെ കുറിപ്പ് സഹിതം മരുന്നുകൾ ഓർഡർ ചെയ്താൽ വീട്ടിലെത്തിച്ച് നൽകും. ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ബോർഡ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കരിങ്കലത്താണി നെല്ലിപ്പറമ്പിലെ തിബിയൻ പ്രീ സ്കൂളിൽ ഇനി 1ാം ക്ലാസും. ക്ലാസിൻ്റെ ഉദ്ഘാടനം മുർത്തള ശിഹാബ് തങ്ങൾ തിരൂർക്കാട് നിർവഹിച്ചു. പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ പ്രീ സ്കൂൾ വിദ്യാർത്ഥികളുടെ നാവിൽ മുർത്തള ശിഹാബ് തങ്ങൾ തിരൂർക്കാട് ആദ്യാക്ഷരം കുറിച്ചു നൽകി. ബഹജത്തുൽ ഇസ്ലാം സുന്നി മദ്രസയുടെ കീഴിൽ കഴിഞ്ഞ 9 വർഷമായി തിബിയാൻ പ്രീ സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ട്. തിബിയാൻ പ്രീ സ്കൂൾ കൂടാതെ തിബിഷോർ മിനി സ്കൂളും പ്രവർത്തിച്ചിരുന്ന സ്ഥാപനത്തിൽ ഈ അധ്യയന വർഷം മുതൽ 1ാം ക്ലാസും ആരംഭിച്ചു. ക്ലാസിൻ്റെ ഉദ്ഘാടനം മുർത്തള ശിഹാബ് തങ്ങൾ തിരൂർക്കാട് നിർവഹിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം KK അലവി അൻവരി ഉദ്ഘാടനം ചെയ്തു. ഒരു രക്ഷിതാവിന്റെ ആദ്യത്തെ ബാധ്യത നമ്മെ പഠിപ്പിക്കുന്നത് മക്കൾക്ക് അള്ളാഹുവിനെ കുറിച്ചും ഹബീബ് റസൂലുള്ളാഹിനെ കുറിച്ചും ബാലപാഠ മക്കളെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഭാഷയിൽ ശൈലിയിൽ അവരെ പഠിപ്പിക്കുക. അതാണ് രക്ഷിതാക്കൾ ഒരു സമൂഹത്തിനും ആ തിരിച്ചറിവ് ആ അളവിൽ ആ സമയത്ത് ആ രീതിയിൽ കൊടുക്കാൻ കഴിയുന്ന സംവിധാനമാണ്. അതേപോലെ തന്നെ നാം ഇത് ജീവിക്കുന്നത്. സ്ഥാപനത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ KMS തങ്ങൾ അധ്യക്ഷനായി. മാനേജർ C കുഞ്ഞേമു, ഉസ്മാൻ ഫാളിലി, റാഷിദ് സഹദി, KK ഹംസപ്പ ഹാജി, EM അലി, പുളിക്കൽ അബ്ദുള്ള, KK ഉമ്മർ, KK സലാം, അലി ഫൈസി, അബൂബക്കർ മുസ്ലിയാർ, P ഉസ്മാൻ ഹാജി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രീ സ്കൂൾ വിദ്യാർത്ഥികളുടെ നാവിൽ മുർത്തള ശിഹാബ് തങ്ങൾ തിരൂർക്കാട് ആദ്യാക്ഷരം കുറിച്ചു.
ടിബിയാൻ പ്രീ സ്കൂൾ, ടിബിഷോർ മിനി സ്കൂൾ, 1ാം ക്ലാസ് എന്നീ 3 വിഭാഗങ്ങളിലായി നിലവിൽ 65-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ഇസ്ലാമിക് വിഷയങ്ങളുടെ കൂടെ ഇംഗ്ലീഷ്, ഹിന്ദി, കണക്ക് എന്നീ വിഷയങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. B.Ed ഉൾപ്പെടെ പ്രീ സ്കൂൾ കോഴ്സ് പൂർത്തീകരിച്ച അധ്യാപികമാരുടെ ശിക്ഷണത്തിലാണ് ക്ലാസുകൾ. ആധുനിക രീതിയിൽ എയർ കണ്ടീഷനോടെയുള്ളതാണ് ഓരോ ക്ലാസ് മുറിയും. അങ്കണവാടികളിലേക്കുള്ള പ്രവേശനോത്സവം ചൊവ്വാഴ്ച നടന്നു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് തല പ്രവേശനോത്സവം മണ്ണമ്പറ്റ 54-ാം നമ്പർ അംഗൻവാടിയിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. അറിയാതെ കുട്ടി വായ പൊളിക്കും, ഭക്ഷണം അകത്ത് ചെല്ലും. ഒരു പ്രക്രിയ അവിടെ നടക്കണില്ല. അതിൽ നിന്നും വ്യത്യസ്തമായി നമ്മളിവിടെ മൊബൈലും ഇല്ല, ടി വി ഇവിടെ ഉണ്ടോ എന്ന് അറിയില്ല. ടി വി ഉണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യത്തിന് വെക്കുക. കാരണം ബ്ലോക്കിൽ നിന്ന് കുറെ ടി വികൾ നമ്മുടെ അംഗൻവാടിയിൽ കൊടുത്തിട്ടുണ്ട്. എന്നാൽ പോലും ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരുടെ ശാരീരിക മാനസിക ഉല്ലാസത്തിനൊക്കെ വളർച്ചയ്ക്ക് ഏറ്റവും വലിയ കേന്ദ്രങ്ങളാണ് നമ്മുടെ അംഗൻവാടികൾ. കൂടാതെ പോഷക സമൃദ്ധമായ ആഹാരമാണ്. കാരണം ആഴ്ചയിൽ ഒരു ദിവസം മുട്ട, പാല്, തേന്, പിന്നെ അവർക്ക് ബിരിയാണി വേണമെങ്കിൽ ബിരിയാണി, എന്ത് വേണമെങ്കിലും നമ്മുടെ സർക്കാർ നല്ല രീതിയിൽ തന്നെ നമ്മുടെ അംഗൻവാടികളിലൂടെ അത് വിതരണം ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായിട്ടാണ് പൂരക പോഷകാഹാരം നമ്മൾ കൊടുക്കുന്നത്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ഹരിദാസൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്ഥിരസമിതി അധ്യക്ഷ വി കെ രാധിക, വാർഡ് മെമ്പർ കെ കെ ലിനി, ICDS സൂപ്പർവൈസർ ജിസ, വി എൻ കൃഷ്ണൻ, JPHN ഷാജി, അംഗൻവാടി ടീച്ചർമാരായ വത്സല, രമണി എന്നിവർ സംസാരിച്ചു. പുതുതായി എത്തിയ കുരുന്നുകളെ സമ്മാനം നൽകി സ്വീകരിച്ചു. സ്ഥലം മാറിപ്പോകുന്ന ഹെൽപ്പർ സരോജിനിക്ക് യാത്രയപ്പും നൽകി. പെരിന്തൽമണ്ണ വെസ്റ്റ് GLP സ്കൂളിൽ ഈ അധ്യയന വർഷത്തെ വരവേൽക്കാൻ പൂതമെത്തി. വള്ളുവനാട്ടിലെ അനുഷ്ഠാന കലാരൂപമായ പൂതം പ്രവേശനോത്സവത്തിൽ കുട്ടികളെ വരവേറ്റു. വള്ളുവനാട്ടിലെ അനുഷ്ഠാന കലയായ പൂതം പെരിന്തൽമണ്ണ വെസ്റ്റ് GLP സ്കൂളിൽ കുട്ടികളെ വരവേറ്റു. ഇടശ്ശേരിയുടെ പൂതപ്പാട്ട് കുട്ടികൾക്കേറെ പരിചിതമാണെങ്കിലും പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയ പൂതനും തിറയും എന്ന കലാരൂപത്തെ നേരിൽ കാണാൻ വിദ്യാർത്ഥികൾക്ക് അവസരമൊരുക്കുകയായിരുന്നു. മുൻ നഗരസഭാ ചെയർമാൻ സി ദിവാകരൻ്റെ ആശയത്തിന് അധ്യാപിക ബിന്ദുവിൻ്റെ നേതൃത്വത്തിൽ മറ്റ് അധ്യാപകരും ഒപ്പം നിന്നു. സ്കൂൾ PTA-യും ചേർന്നാണ് ഇത്തരമൊരു കലാരൂപത്തെ കുട്ടികൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. മാരായമംഗലം ഹരീഷ്, നിഷാന്ത്, നിതിൻ, ഇന്ദ്രജിത്ത് എന്നിവരാണ് പൂതനും തിറയും അവതരിപ്പിച്ചത്. പൂതൻ കെട്ടിയ നിതിൻ കുട്ടികളോടും രക്ഷിതാക്കളോടും സംവദിച്ചു. പ്രവേശനോത്സവം നഗരസഭാ കൗൺസിലർ അഡ്വക്കേറ്റ് A പ്രവീൺ ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്ക് പഠനോപകരണ കിറ്റുകൾ മുൻ നഗരസഭാ ചെയർമാൻ സി ദിവാകരൻ വിതരണം ചെയ്തു. ഒരുമ റെസിഡൻഷ്യൽ അസോസിയേഷന്റെ വക നോട്ടുപുസ്തകങ്ങളും പെരിന്തൽമണ്ണ LIC-യുടെ വക നെയിം സ്ലിപ്പുകളും സ്കൂൾ വക ബാഗും വിദ്യാർത്ഥികൾക്ക് നൽകി. PTA പ്രസിഡന്റ് AB രജീഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപകൻ P മണികണ്ഠൻ, ലിയാഖത്ത് അലി ഖാൻ, ചന്ദ്രശേഖരൻ, ബിന്ദു പരിയാപുരത്ത്, ഷൺമുഖൻ, ചന്ദ്ര ടീച്ചർ, സുൽഫിക്കർ അലി ഖാൻ, സക്കീർ ഹുസൈൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറി. ഷൊർണൂർ മണ്ഡലം മുസ്ലിം ലീഗ് നേതൃസംഗമം നടത്തി. ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് P അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രവർത്തക സമിതി അംഗം KK അസീസ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി CA സാജിത്ത്, ഭാരവാഹികളായ P ഉണ്ണീൻകുട്ടി മാസ്റ്റർ, P വീരാൻ ഹാജി, യൂസഫ് ഷൊർണൂർ, PP അലി മാസ്റ്റർ, ഹനീഫ കണ്ണേരി, M വീരാൻ ഹാജി, NK ബഷീർ, ഡായിൻ കീഴിശ്ശേരി എന്നിവരും മറ്റ് നേതാക്കളും സംസാരിച്ചു. സെപ്റ്റംബറിൽ നടക്കുന്ന ജില്ലാ സമ്മേളനത്തിന്റെ മുന്നോടിയായാണ് നേതൃസംഗമം നടത്തിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം.
അട്ടപ്പാടിയിൽ ആദിവാസി യുവാവ് സിജുവിനെ കെട്ടിയിട്ട് മർദ്ദിച്ച സംഭവം പ്രതികൾക്ക് ഉപാധികളോടെ ജാമ്യം അനുവദിച്ച് മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ കോടതി. ജാമ്യം അനുവദിച്ചതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് സിജുവിന്റെ പിതാവ്. ജാമ്യം നൽകിയതിൽ പ്രതിഷേധവുമായി മനുഷ്യാവകാശ പ്രവർത്തകർ. എടത്തനാട്ടുകര ചോലമണ്ണിൽ കർഷകൻ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച സംഭവം പ്രശ്നപരിഹാരം കാണുമെന്ന് MLA വിളിച്ച യോഗത്തിൽ ഉറപ്പു നൽകി വനം വകുപ്പ് അധികൃതർ. മലയോര മേഖലകളിൽ എല്ലാ ദിവസവും നിരീക്ഷണം വേണമെന്ന് MLA. അഴിയാതെ കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ അങ്ങാടിപ്പുറത്ത് ഗതാഗതക്കുരുക്ക്. ഓരോ ദിവസവും ഗതാഗതക്കുരുക്ക് നീളുന്നു. ട്രിപ്പുകൾ മുടങ്ങി സാമ്പത്തിക നഷ്ടമുണ്ടാകുന്നതായി സ്വകാര്യ ബസ്സുകൾ. പരിഹാരം കണ്ടില്ലെങ്കിൽ സമരമെന്നും മുന്നറിയിപ്പ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. PV അൻവർ നൽകിയ ഒരു പത്രികയുൾപ്പെടെ 7 നാമനിർദ്ദേശ പത്രികകൾ തള്ളി. പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം ജൂൺ 5. ഒറ്റപ്പാലം ലക്കിടിയിൽ പശുമോഷണം പതിവാകുന്നു. 2 മാസത്തിനിടെ മോഷണം പോയത് 2 പശുക്കൾ. ആടുകളും മോഷണം പോയിട്ടുണ്ടെന്ന ആളുകൾ. പോലീസ് അന്വേഷണം ശക്തമാക്കണമെന്ന ആവശ്യം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.